അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിന്റെ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ നിന്റെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും, ജലത്തിലും കരയിലും, മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. വീട് പണിയുന്നവരുണ്ട്, പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലവിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുധാരികളെ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങളെ, അവരെ തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം, തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകൾ, അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിന്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതെ, എനിക്ക് എപ്പോഴും കൊതി വരുന്ന സംഭവമാണ് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ. എപ്പോൾ നോക്കിയാലും ഇവർ കൂട്ടം കൂട്ടം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണ കാണാം, കടച്ചിരുന്നുണ്ട്. കൂട്ടായ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ആ കൂട്ടായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം പോലെ തന്നെ വളർന്നു വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ സാന്നിധ്യത്തെ സംരഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രാർത്ഥന നമ്മൾ പുനഃക്രമീകരിക്കേണ്ടി വരും. അതിന് വചന വായനയും വചനം നടപ്പിൽ വരുത്തുന്നത്, വചനത്തെ വിശ്വസിക്കുന്നതും വചനത്തെ പ്രത്യാശിക്കുന്നതും വചനത്തെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ട് സാക്ഷിയായി ജീവിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ജനങ്ങൾ ഇപ്പോഴും ഒരു പ്രാർത്ഥന ചൊല്ലി ആധ്യാത്മികപരമായ ഒരു ജീവിതം ജീവിച്ചു എന്നങ്ങനെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ പരിപാടിയാണ്. അങ്ങനെയല്ല. ദൈവത്തെ നമുക്ക് ആദിമ സഭയിൽ എന്നതുപോലെ ഇക്കാലങ്ങളിലും നമ്മളുടെ ജീവിതത്തിലേക്കും അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സംരംഭമാക്കാൻ കഴിയും. ചില ആൾക്കാരൊക്കെ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതൊരു സാംസ്കാരിക സാഹിത്യ മേഖലയിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവസാനം അതും ഇതില്ല ഇതുമില്ലാത്ത രീതിയിലാക്കി കളയും. അവർക്ക് പേര് കിട്ടും, പക്ഷെ ക്രിസ്തു മൂലം ദൈവം ഉദ്ദേശിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഒരു ദിവസം ഒരു പ്രേക്ഷിത പ്രവൃത്തിയെങ്കിലും പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കണം എന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്നല്ലേ ഈശോ പറഞ്ഞാൽ. അപ്പം നിലനിൽക്കുന്ന ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഉടമ്പടിക്കാരെ, കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവർ, ഞാൻ അവരെയാണ് അഡ്രസ്സ് ചെയ്യണത്. കർത്താവിനെ കൈമാറുന്ന വിഷയത്തിൽ വളരെ തീക്ഷ്ണമായ ശുഷ്കാന്തി കാണിക്കണം. ഈശോ എപ്പോഴും പറഞ്ഞാൽ എന്താണ്? ദൈവതിരുസന്നിധി സമ്പന്നനാവുക എന്നൊക്കെ പറയത്തില്ല ഈശോ. അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. ദൈവതിരുസന്നിധി ഒരാൾക്ക് പിടിപാടുള്ള ആളായി മാറാം. അതിന് ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറണം. ദൈവത്തെ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഉടമ്പടിയും കുറേ അണ്ണന്മാർ അത് തന്നെ ചിന്തിക്കണം, ദൈവത്തെ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം. പക്ഷേ അതൊരു വെള്ളിയാണെങ്കിൽ സ്വർണമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്താണ് പ്രയോജനം, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ എന്നും അങ്ങനെ ചിന്തിച്ചിരിക്കണം, ദൈവത്തിന് എന്നെക്കൊണ്ട് എന്താ പ്രയോജനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം മാറും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റി. ചില ആൾക്കാരുടെ സംഭവമല്ല. ചില ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണത് എന്താണ്, അവിടെ എന്തെങ്കിലും ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റുകയെന്നാണ്. അപ്പം ദൈവത്തോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചില ആൾക്കാർ വിചാരിക്കണത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നല്ല, അടിച്ചു മാറ്റാമെന്നാണ് വിചാരിക്കണം. അതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് വായിച്ചേ, യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവത്തോട് ചേർന്ന് അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതാ ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് നമ്മൾ പ്രയോജനം ഉണ്ടാകണത്. അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളല്ല, ദൈവത്തിന് വേണ്ടി തന്നെ നമ്മൾ ദൈവത്തിനെ ദാഹിക്കണം. അതിനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. സങ്കീർത്തനം പറയുന്നില്ല അതിനെ. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. അതാണ് സ്നേഹത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതിൻ്റെ എല്ലാം അണ്ടർസ്റ്റുഡാണ്. ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. ആ വിളിയാണ് ഉടമ്പടിയിലൂടെ ആൾക്കാർ നിവൃത്തിയാക്കിക്കൊണ്ട് മുന്നേറുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൃപാസനം മാതാവേ സ്വസ്തി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. എൻ്റെ പേര് ഓമന. ഞാൻ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി പുതുപ്പാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിലൊന്നും കിട്ടിയില്ല, അല്ലാതെയുള്ള അനുഗ്രഹങ്ങളാണ് കിട്ടിയത്. ഞങ്ങളുടെ ബന്ധുവായ ഒരമ്മയ്ക്ക്
യൂറിക് ആസിഡ് കുറഞ്ഞിട്ട് ആകെ തളർന്ന് മരവിച്ച് പോയി, മരിച്ചു എന്ന് വിചാരിച്ച് ആസ്പത്രിയിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിലാക്കി ആയിരുന്നു. ഒന്നും പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞു. അന്നപ്പം തന്നെ ഞാൻ ഉടമ്പടി നൊവേന പ്രാർത്ഥനയിൽ, മാതാവിൻ്റെ അന്നപ്പം പ്രാർത്ഥനയിലും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ നേർച്ച ഉപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ ഉപ്പും ഇപ്പം നല്ലോണം നടക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ അയൽവാസിയായ മാധവി എന്ന അമ്മയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടി. പ്രഷർ കൂടിയിട്ട് പെട്ടെന്ന് തളർന്നു പോയി, ഒരു ഭാഗം ഫുള്ളും തളർന്നു പോയി. അങ്ങനെ അമ്മ മിണ്ടുന്നില്ല, സംസാരിക്കുന്നതൊന്നും തിരിയുന്നില്ലായിരുന്നു. അതിനും ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ച് തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അമ്മ ഇപ്പം നല്ലോണം നടക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ അയൽവാസിയായ വേറൊരു അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇൻഫെക്ഷൻ കയറി വെന്റിലേറ്ററിലായി. അപ്പോഴും ഞാൻ ഇതന്നെ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ അവർ വന്നപ്പോൾ ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു കൊടുത്ത് അതിൻ്റെ ഫലമായി അവർക്കും രോഗശാന്തി സൗഖ്യം നൽകി. പിന്നെ എൻ്റെ പേരക്കുട്ടിയായ കിച്ചുമോന് ഫിക്സ് രോഗം വന്നിട്ടുണ്ടായിരുന്നു. അതിന് വരരുതെന്ന് ഞാൻ ലൈറ്റേക്കാൻ്റെ പ്രയർ ചെയ്ത്, അതും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ എൻ്റെ മൂത്ത മകന് ഒരു പണിയൊന്നുമില്ലായിരുന്നു. അവനെ 2-3 ആഴ്ചയുള്ളൂ ഞാൻ ലൈറ്റേക്കാൻ്റെ പ്രയറും പിന്നെ പ്രത്യക്ഷകാരം അന്ന് ലൈവായിട്ട് അയക്കുന്നത്. അതിലൂടെ 1 മാസം കൊണ്ട് ഗൾഫിലെ ജോലി കിട്ടുകയും ജോലിക്ക് ഒരു തടസ്സം കൂടാതെ അമ്മ മാതാവ് അതിൻ്റെ കൂടെ ഉണ്ടായി എല്ലാം ശരിയാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകനും ഗൾഫിലെ ലൈറ്റേക്കാനി പ്രയറിട്ട ഫലമായി അവനും ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി അനുഗ്രഹിച്ചു മാതാവ്. അതുപോലെ ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ട് അച്ഛൻ ഇങ്ങനെ ടി വിയിലെ നന്മ നിറഞ്ഞ മറിയാമ്മ എന്ന ടെലിഗ്രാമിലെ കണ്ടതാണ് ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ 4:30 പ്രാർത്ഥിക്കാൻ എണീച്ച് അത് കഴിഞ്ഞ് ഞാൻ 6 മണിയാകുമ്പോൾ ഒന്ന് കിടന്നു. അപ്പം ഉണ്ട് ഓർക്കത്തിലെ ഒരു പ്രദക്ഷിണം കണ്ട പള്ളീൻ്റെ. അത് കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ മാതാവിൻ്റെ രൂപമാണ് അവിടെ ഉണ്ടായത്. അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിലേക്ക് നോക്കിയപ്പോൾ കിരീടമൊക്കെ വെട്ടിത്തിളങ്ങുക. പിന്നെ ഞാൻ കരഞ്ഞ് അമ്മയും മാതാവിന് പ്രാർത്ഥിച്ച്. പിന്നെ ഇങ്ങനെ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ബുക്കിൻ്റെ പേജ് തുറന്നപ്പോണ്ട് ഒരു നീല കൊന്ത. അത് നമ്മളെ കാശിരൂപത്തിൻ്റെ സൈഡിലുള്ള നീല, നല്ല ഭംഗിയുള്ള കൊന്ത. പിന്നെ പിറ്റേ പേജ് തുറന്നപ്പോഴും അത് കുറേ കൊന്തകൾ. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ഒരാളോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊന്ത ചൊല്ലാൻ. അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി ദിവസം 5 കൊന്ത ചൊല്ലലുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ഉടമ്പടി തൈലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നീല കളറ് കാണും. പ്രത്യേകിച്ച് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് പോവും, പിന്നെ ഉണ്ടാവും. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നീല കളർ ഉണ്ടാവും. പിന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മളെ ജെറിക്കോ പ്രാർത്ഥനയിലും അതെ, അതിലും ഈ നല്ലൊരു മണം, കുന്തിരിക്കത്തിൻ്റെ മണം, അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായി. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അതിൻ്റെ മുന്നേ അതുകൂടാതെ കുറേ അനുഗ്രഹം കിട്ടിയതിന് അമ്മയും മാതാവേ കോടാനുകോടി നന്ദി പറഞ്ഞു. ഈശോയെ കോടാനുകോടി നന്ദി. നീതു ജോയൽ, സെൻറ് മേരീസ് ഫൊറൈൻ ചർച്ച് ചാലക്കുടിയിൽ നിന്ന് വരുന്നു. 2020 മാർച്ചിലാണ് ഞങ്ങൾ ആദ്യം കൃപാസനം സന്ദർശിക്കുന്നത്. ഉടമ്പടി എടുക്കാനല്ല, വെറുതെ ഒന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാം, വിഷമങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കൃപാസനം സന്ദർശിച്ചത്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. സാധാരണ ഉടമ്പടി എടുത്തവർക്ക് മാത്രമാണ് അച്ഛനെ കാണാൻ കഴിയുക. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ മൂക്ക് പിടിച്ച് പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ 2020 ഒക്ടോബർ 16 ഓൺലൈനിലായിരുന്നു ഉടമ്പടി. കോവിഡ് കൂടിയതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാനായിരുന്നു. 2016 ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു സ്ഥലം വാങ്ങിയിരുന്നു. വീട് പണി നല്ല രീതിയിൽ തുടർന്നതായിരുന്നു. പക്ഷേ പല തടസ്സങ്ങൾ കാരണം വീട് പണി മുഴുവനാക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു വേദനയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും. ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചു.
20 ഒക്ടോബർ 16 ഞാൻ ആദ്യത്തെ നിയോഗം ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: 90 ദിവസത്തിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി എൻ്റെ വീട്ടിൽ കയറണമെന്നാണ് ഞാൻ എഴുതിയത്. അങ്ങനെ 2021 ജനുവരി 16, അതായത് 90ാമത്തെ ദിവസം എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വല്ലാതൊരു ധൈര്യം വന്നിരുന്നു. 4 വർഷമായി എൻ്റെ വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് ചെയ്തിരുന്ന എൻജിനീയർ വരെ ഞങ്ങളായിട്ട് വഴക്കായി പോയിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നത് വീടിൻ്റെ. മാതാവ് എനിക്ക് ഓരോ കാര്യങ്ങളും ഉറക്കത്തിലാണ് മനസ്സിലാക്കി പറഞ്ഞു തന്നിരുന്നത്. ഞാൻ ഓരോ കളറും ഉറക്കത്തിൽ കാണുമായിരുന്നു. അത് പിറ്റേ ദിവസം വർക്കേഴ്സിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ മാതാവ് പിന്നിൽ നിൽക്കുന്നതായി പല പ്രാവശ്യം അനുഭവപ്പെട്ടിരുന്നു. പിന്നെ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കാനായി എഴുന്നേറ്റ് വരുമ്പോൾ സോഫയിൽ മാതാവ് ഇരിക്കുന്നതായി ദിവസവും കാണാറുണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം സ്ഥിരമായി വീട്ടിൽ നിന്നിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾക്ക് 8 വയസ്സായ എൻ്റെ മകൾക്ക് രാത്രി ബെഡിൽ കിടക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് 2 ദിവസം പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3-ാം ദിവസം തൊട്ട് ഈ ദിവസം വരെ മകള് ബെഡിൽ രാത്രി മൂത്രമൊഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് കൃപാസനം സന്ദർശിക്കുമ്പോൾ ഉപ്പ് ആവശ്യം പോലെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആവശ്യാനുസരണം ഉപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ 80 വയസ്സായ ഒരു ചേട്ടന് യൂറിൻ ബ്ലഡ് പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ചേട്ടന് ഞങ്ങൾ ഉപ്പ് കലക്കി കുടിക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ ചേട്ടന് വളരെയധികം യൂറിൻ പോവുകയും ബ്ലഡ് പിന്നീട് വന്നിട്ടേ ഇല്ല. ഇത്രയും വലിയ അനുഗ്രഹത്തിന് മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് മേഴ്സി രാജേഷ്. ഞാൻ ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ നിന്നും വരുന്നു. 2019 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അതിലാദ്യം വെച്ചിരുന്നത് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും തന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അവിടെ തന്നെ ഒരു വീട് വെക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. 5 സെൻറ്റ് സ്ഥലം ഞാൻ മാതാവിനോട് ചോദിച്ചെങ്കിലും മാതാവ് എനിക്ക് 20 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ എന്നെ അനുവദിച്ചു. വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല, എങ്കിലും മാതാവ് അത് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് ഞാനൊരു 4-5 കിലോമീറ്റർ നടന്നു പോയാണ് ജോലി ചെയ്തിരുന്നത്. ഒരിക്കൽ പോലും ഒരു ഡ്രൈവിംഗ് എന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുന്നത് കണ്ടാൽ പോലും ഞാൻ അവിടെ നിൽക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഞാനിന്ന് 2 വീലർ ഓടിച്ച് ജോലിക്ക് പോകുന്നുണ്ട്, ഒപ്പം 4 വീലറും പഠിക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന 6 വർഷത്തോളം ജോലി ചെയ്തിരുന്നത് എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ ഷോപ്പിൽ തന്നെയായിരുന്നു. ഒരു ദിവസം അവിടെ നിന്നും ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരാളെന്നോട് പറഞ്ഞു, ചേച്ചി ഇനി ജോലിക്കൊന്നും പോകണ്ട, ചേച്ചി തന്നെ ഒരു ഷോപ്പ് തുടങ്ങാൻ പറയുന്നു. ഫെർട്ടിലൈസറിൻ്റെ ഒരു ഷോപ്പാണ് തുടങ്ങിയത്. നമുക്ക് മനുഷ്യന് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു 3 മാസം കൊണ്ടൊന്നും സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ ലൈസൻസ് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും 3 മാസം കൊണ്ട് എനിക്കൊരു നല്ല പെസ്റ്റിസൈഡ് ഷോപ്പ് തുടങ്ങുവാൻ മാതാവിനെ അനുഗ്രഹിച്ചു. അടുത്തത് ആയിട്ട് ഞാൻ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് ഒരു രോഗമുണ്ടായിരുന്നു. 2.5 വർഷമായിട്ട് അവൻ RCCയിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ രോഗം മാറി. നേർച്ച എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ കാലിന് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഞങ്ങളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ അറിയാം, നമുക്ക് കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഈ മാതാവിൻ്റെ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ എണ്ണ എടുത്ത് തേക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അമ്മേ ഈ എണ്ണ എത്ര ദിവസം, രാവിലെയും തേക്കണം വൈകിട്ടും തേക്കണം, തൈലമെടുത്ത് ഉപയോഗിക്കാൻ എത്ര നാൾ സാധിക്കും?
അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ഓയിൽമെൻ്റ് ഇരിക്കുന്നത് കാണുകയും അതെടുത്ത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ രോഗത്തിൽ നിന്ന് എനിക്ക് ആശ്വാസമുണ്ട്. ഒരു ദിവസം ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ 5:30 എനിക്ക് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുവാൻ സാധിച്ചില്ല. അപ്പോൾ എഴുന്നേൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്. അച്ഛൻ എന്നോട് പറയുകയാണ്, വാടക 2 മാസം കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ മനസ്സിൽ എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, 3 സൂചിയും 6 എന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഞാൻ അത് കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറി ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു വെച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലോക്കിൽ 6:30 മണി, അതായത് 3 സൂചിയും ഒരുപോലെ 6-ൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതായിരിക്കാം 1 ദിവസമൊക്കെ താമസിച്ച് പോയാലും കുഴപ്പമില്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. 2 മാസം വാടക കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരുപാട് കുഞ്ഞു അനുഗ്രഹങ്ങൾ എന്നും മാതാവ് തരുന്നുണ്ട്. ഓർത്ത് വയ്ക്കാനും മറന്നു പോകുന്നതായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്ഥലം മേടിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. 5 സെൻറ്റ് മേടിക്കാൻ ആഗ്രഹിച്ചിരുന്നത് 20 സെൻറ്റ് എനിക്ക് മേടിക്കാൻ സാധിച്ചു. അത് നിസ്സാര വിലയ്ക്ക്, അവിടേക്ക് 1 ലക്ഷം രൂപയുള്ള സെൻറ്റിനുള്ളത് എനിക്ക് 32,000 രൂപയ്ക്ക് ലഭിച്ചു. അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? ഹൃദയത്തിൽ സംശയിക്കാതെ അല്ലേ സംശയങ്ങൾ എങ്ങനെയാണ് മാറണത്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. കണ്ട സംഭവം ഉണ്ടല്ലേ? അതാണ് വിഷയം. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. എടുത്ത് 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. പറഞ്ഞേ. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹമാണ് വിഷയം. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? സ്നേഹം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉപവി പ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത്. അപ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയരുത്. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിമനവായിട്ട്. ഉപവി ചെയ്യുന്നുണ്ട്, ഓർഫനേജിൽ പോകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാനാണ്. അതാണ് കുഴപ്പം. മനസ്സിലായില്ലേ? വിസ ഞാൻ ഏത് ഓർഫനേജിലാ മണ്ണാങ്കട്ടെ നരകത്തിലാ വേണേ പോയേക്കാം, എൻ്റെ വിസ ഒന്ന് പുതുക്കി തന്നാൽ മതി. അപ്പോൾ ആരോടാണ് സ്നേഹം? വിസയുടെ സ്നേഹം. എന്നുവെച്ചാൽ നമ്മുടെ തന്നെയാണ്. ദൈവത്തിന് അവിടെ റോളില്ല. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. എന്തുകൊണ്ടാണ് വ്യക്തികൾ ദൈവസ്നേഹത്തെ വളരാത്തതിൻ്റെ കാരണം? അവർ ദൈവത്തിനെ അല്ല സ്നേഹിക്കണത്. അവരിങ്ങനെ പ്രവർത്തനം ചെയ്യും, പത്രങ്ങൾ കൊടുക്കും, വെയിൽ കൊള്ളും, മഴ കൊള്ളും, ദാനധർമ്മം ചെയ്യും. എല്ലാം എന്തിനാണ്? വിസ പുതുക്കി കിട്ടാനോ, മക്കളുണ്ടാകാനോ, കല്യാണം കെട്ടാനോ, വസ്തു വിൽക്കാനോ, ജപ്തി മാറാനോ ഒക്കെയാണ്. എൻ്റെ മക്കൾ ഇതൊക്കെ നടക്കട്ടെ. പക്ഷെ നിങ്ങൾ അതുമായിട്ട് കെട്ടിച്ചാടരുത്. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതിനെല്ലാത്തിനും വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് ഏത് അക്കൗണ്ടാണ്? ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഗോട്ട് ദ പോയിന്റ്. നമ്മുടെ വിഷയം എന്താണ്? ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തെ എങ്ങനെ ദൈവസ്നേഹത്തെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിഷയത്തിന് വേണ്ടിയല്ല, ദൈവമായിരിക്കണം നമ്മുടെ വിഷയം. മനസ്സിലായി? ഇതാണ് ബൈജു ഈ ലെവലിലോട്ട് അങ്ങോട്ട് വളരുകയാണ്. ബൈജു മാതാവിനെ കണ്ടപ്പോൾ മാതാവിനോട് പറഞ്ഞത്, അമ്മേ കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്ക് ജോലിയുണ്ടോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ അമ്മയുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നം കുർബാനയാണെന്ന് പറയും. അതാ. അപ്പോൾ എന്താ വിഷയം? അവൻ്റെ വിഷയം എന്താണ്? അവൻ്റെ വിഷയം കുർബാനയാണെന്ന്. എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ വരികയും എനിക്ക് കുർബാന കൂടുകയും ചെയ്യണം. അപ്പോൾ വിഷയം ആരായി? അവൻ്റെ വിഷയം എന്തായി? അവൻ്റെ വിഷയം കരട്ടയല്ല, അവൻ്റെ വിഷയം കമ്പനിയല്ല, അവൻ്റെ വിഷയം വരുമാനമല്ല. പിന്നെ എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? ദൈവമാണ് വിഷയം. അപ്പം ദൈവസ്നേഹം വർദ്ധിച്ച് നമ്മുടെ വിഷയം എന്നുള്ളത് വിട്ടിട്ട് ദൈവം തന്നെയാണ് നമ്മുടെ വിഷയം എന്നുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിക്കണം.
അതാണ് ഉടമ്പടിയുടെ വിജയം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ വിഷയത്തെക്കാൾ ദൈവം തന്നെയാണ് എൻ്റെ വിഷയമായി മാറുന്ന ഉടമ്പടി അഭിഷേകത്തിലേക്ക് എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ